രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 2 ബലാത്സംഗ കേസുകൾ അന്വേഷിക്കാൻ ഒറ്റ സംഘമായിരിക്കും ഇനിയുണ്ടാവുക. 2 കേസുകളിലും SP പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും അന്വേഷിക്കുക. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിച്ചിരുന്ന ആദ്യ കേസും SP പൂങ്കുഴലിക്ക് തന്നെ കൈമാറിയിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ വെച്ച് പീഡിപ്പിച്ച പെൺകുട്ടിയെ ഗർഭചിത്രം നടത്തിയെന്നാണ് ആദ്യ കേസ്. ഈ കേസാണ് പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിന് കൈമാറിയത്. ക്രൈംബ്രാഞ്ച് കൊല്ലം DYSP സാനിയയ്ക്കാണ് അന്വേഷണ ചുമതല. കേരളത്തിന് പുറത്തുള്ള 23കാരിയെ പീഡിപ്പിച്ച കേസ് പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് DYSPയും അന്വേഷിക്കും. 2 കേസുകളും ഒരു SP മേൽനോട്ടം വഹിക്കും. അതേസമയം ബലാത്സംഗ കേസുകൾക്ക് പിന്നാലെ പാർട്ടി പുറത്താക്കിയെങ്കിലും MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത്. മണ്ഡലത്തിൽ തന്നെ തുടരുവാനാണ് രാഹുലിന്റെ തീരുമാനം. കോൺഗ്രസ് നേതാക്കളോ പ്രവർത്തകരോ രാഹുലിനൊപ്പം പോയിട്ടുണ്ടെങ്കിൽ പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നും രാഹുലിന്റെ കൂടെയുണ്ടായിരുന്ന ഇക്ബാൽ KSUവിന്റെ മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നുവെന്നും DCC പ്രസിഡന്റ് A തങ്കപ്പൻ പറഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ താമസിച്ചിരുന്ന പാലക്കാട് ഫ്ളാറ്റിൽ നിന്നും ഒഴിയാൻ അസോസിയേഷൻ നിർദ്ദേശം നൽകുകയും മാധ്യമങ്ങളും പോലീസും ഉൾപ്പെടെ നിരന്തരം എത്തുന്നതുകൊണ്ട് സ്വകാര്യത നഷ്ടപ്പെടുന്നുണ്ടെന്നും ചൂണ്ടിക്കാണിച്ച ഈ മാസം 25-നകം ഒഴിയണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. ഫ്ളാറ്റ് ഒഴിയാമെന്ന് രാഹുൽ അറിയിച്ചു കഴിഞ്ഞു. അതേസമയം ഇന്നലെ പോളിംഗ് ബൂത്തിൽ അവസാനഘട്ട നെട്ടോട്ട സമയത്തായിരുന്നു മാങ്കൂട്ടം വോട്ട് രേഖപ്പെടുത്താനെത്തിയത്. 2ാം വരവായിരുന്നു അതെന്ന് പറയണം. ആദ്യം ആരോപണം വന്ന് 1.5 മാസത്തിന് ശേഷം തിരിച്ചു വന്നെങ്കിൽ ഇത്തവണ 13 ദിവസങ്ങൾക്ക് ശേഷമാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചതിന് പിന്നാലെ കൂടുതൽ തെളിവ് തേടുകയാണ് SIT. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ കേസിന്റെ അന്വേഷണം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസിനെ നേതൃത്വത്തിൽ നിന്നും ആയിരുന്നു. ഇതിൽ അന്വേഷണം തുടരുന്നതിനിടയിലാണ് 2ാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തത്. പൂങ്കുഴലിക്ക് ഇതിന്റെ അന്വേഷണം കൈമാറി. 23 വയസ്സുകാരുടെ പരാതിയെക്കുറിച്ച് അന്വേഷിക്കുന്ന പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള ടീമിന് ആദ്യ കേസും കൈമാറി. ഏകീകൃത അന്വേഷണം കൂടുതൽ ഗുണകരമാകും എന്നാണ് കേസ് കൈമാറിയ കുറിപ്പ് ഔദ്യോഗികമായിട്ട് നൽകുന്ന വിശദീകരണം. എന്നാൽ ആദ്യത്തെ ടീം കേസ് അന്വേഷണം തുടരുന്നതിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് കടുത്ത അതൃപ്തി ഉണ്ടെന്നാണ് സൂചന. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയി 2 ആഴ്ച കഴിഞ്ഞിട്ടും രാഹുലിനെ കണ്ടെത്താൻ പോലും അന്വേഷണ സംഘത്തിന് ആയിരുന്നില്ല. ഇത് പോലീസിനെതിരെ വലിയ വിമർശനത്തിനും ഇടയാക്കിയിരുന്നു. ആദ്യ കേസ് രാഹുലിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു. 2ാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം ജില്ലാ കോടതി അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ ഒളിവ് ജീവിതം അവസാനിപ്പിച്ച് രാഹുൽ തിരിച്ചെത്തുകയും ചെയ്തു. മുൻകൂർ ജാമ്യം റദ്ദാക്കിയാൽ രാഹുൽ ഒളിവിൽ പോകാനുള്ള സാധ്യത കണക്കിലെടുത്ത് നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ്. രാഹുലിന്റെ മുൻകൂർ ജാമ്യം തടഞ്ഞാൽ വൈകാതെ അറസ്റ്റിലേക്ക് കടക്കും. രാഹുൽ 8 ഇടങ്ങളിലാണ് ഒളിവിൽ കഴിഞ്ഞത്. ബംഗളൂരു, കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ ഫാം ഹൗസുകളിലും വില്ലകളിലും റിസോർട്ടുകളിലുമായിരുന്നു രാഹുലിന്റെ ഒളിവ് ജീവിതം. പ്രാദേശിക യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ സഹായവും രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചതായിട്ടും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്.